ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ചെമ്മീൻ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈയും കൂടിയാണ്. പിന്നെ ഈ ഒരു ഫ്രൈ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുള്ളതല്ല, നമ്മൾ റോസ്റ്റ് ചെയ്യുന്നൊക്കെ ആ ഒരു പരുവത്തിലുള്ളൊരു ഫ്രൈയും കൂടെയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 1.5 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള വെയിറ്റാണ് 1.5 കിലോ. അത് ഒരു മീഡിയം സൈസിലുള്ള ചെമ്മീനാണ്. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളി ഇഞ്ചിയാണ്. അപ്പോൾ 2 വലിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു 2-3 ബൾബ് വെളുത്തുള്ളിയും വേണം. അപ്പോൾ വെളുത്തുള്ളി നമുക്ക് കുറച്ചധികം ഇട്ട് കഴിഞ്ഞാൽ നന്നായിരിക്കും ഇതിന്. അപ്പോൾ ഞാനിതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് അരഞ്ഞു പോകാൻ പാടില്ല. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. ഇനി ഒരു പാൻ ചൂടാക്കി നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുന്നതാണ്. പിന്നെ ഓയിലിൽ റെഡിയാക്കിയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ വെളിച്ചെണ്ണയിലാവുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ഫ്രൈ റെഡിയാക്കുമ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊന്നും പുരട്ടിയൊന്നും വെക്കണ്ട. നമുക്ക് നന്നാക്കി എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമ്മളിതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വെളുത്തുള്ളി ഇഞ്ചിയും ഒരുപാട് മൊരിയണ്ട, നമ്മൾ ചെമ്മീനും കൂടെ ചേർത്തിട്ടാണ് പിന്നെ ഇത് മൊരിയിച്ചെടുക്കുന്നത്. അപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. അപ്പോൾ കറിവേപ്പിലയൊക്കെ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ഫ്ലേവർ കിട്ടുകയും അതുപോലെ തന്നെ ഇതിൽ കിടന്ന് മൊരിയൊക്കെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. പിന്നെ നമ്മളിതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു 3 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, ചെമ്മീനിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ചെമ്മീൻ നന്നാക്കി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചെമ്മീൻ നല്ലോണം വെള്ളത്തിലിട്ട് കഴുകി വാരിയെടുക്കുക. എന്നിട്ട് വേണം നന്നാക്കി എടുക്കാനായിട്ട്. അപ്പോൾ തോലൊക്കെ കളഞ്ഞ് നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ചെമ്മീൻ കഴുകാൻ പാടില്ല. കഴുകി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റൊക്കെ പോയി പോകും. അപ്പോൾ ഇത് ഞാനീ പറയുന്ന പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെമ്മീനിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ചെമ്മീൻ ഒരു 10 മിനിറ്റിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ചെമ്മീനൊന്ന് നല്ലോണം ഒന്ന് ചൂട് കയറിയാൽ തന്നെ വെന്ത് കിട്ടും. ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ ചെമ്മീത്തിൻ്റെ സോഫ്റ്റ്നെസ് ഒക്കെ പോയി റബ്ബർ പോലെ ആയിപ്പോവും. അപ്പോൾ അതുപോലെ ആകാനും പാടില്ല. വെളുത്തുള്ളി ഇഞ്ചിയും ഒക്കെ ഒന്ന് മൊരിഞ്ഞ് വരുന്ന ആ ഒരു സമയം മതിയാവും നമ്മുടെ ചെമ്മീൻ റെഡിയായി കിട്ടാനായിട്ട്. അതുപോലെ തന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. തീ കുറച്ചിടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നു കഴിയുമ്പോൾ ഇതാകെ വെള്ളത്തിൽ മുങ്ങിയ പോലെ ആയിപ്പോവും. അതുപോലെ ആകാൻ പാടില്ല. അപ്പോൾ ഇതുപോലെ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമ്മൾ റെഡിയാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 സ്പൂണ് കുരുമുളകും അതുപോലെ തന്നെ 2 സ്പൂണ് പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇതും നമ്മൾ നല്ലോണം പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. ഇനി ക്രഷ് ചെയ്ത ഈ ഒരു മസാല ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചെമ്മീനൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ചെമ്മീൻ ഇരിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഒരു കുഴമ്പൻ രൂപത്തിലാണ് ഈ ഒരു ഫ്രൈ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കേണ്ട, നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി മാത്രം മതിയാവും. പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് 1 സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെമ്മീനൊക്കെ നല്ലോണം പാകമായി വന്നതിന് ശേഷമാണ് നമ്മൾ ഇറക്കുന്ന ആ ഒരു സമയത്താണ് ഈ ഒരു ഗരം മസാല ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ പുതിയ റെസിപ്പീസൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.